ശ്രീ ഡോക്ടർ സുജിത് വിജയപിള്ള. സർ, ചവറ മണ്ഡലത്തിൽ TS കനാലിന് കുറുകെ സ്ഥാപിച്ച കുടിവെള്ള പൈപ്പ് ലൈൻ കടന്നുപോകുന്ന പാലം തകർന്നു വീണ് 12 ദിവസത്തോളം ചവറ മണ്ഡലത്തിലും കൊല്ലം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് കുടിവെള്ള വിതരണം നിലച്ചു. ഇതിനിടയിൽ കൊല്ലം കോർപ്പറേഷൻ്റെ ഭാഗമായ ശക്തികുളങ്ങര മുക്കാട് പഞ്ചായത്ത് ദൂരത്തിൽ താമസക്കാരിയായ ശ്രീമതി സന്ധ്യ സെബാസ്റ്റ്യൻ കുടിവെള്ളം ശേഖരിക്കാൻ വള്ളത്തിൽ പോയപ്പോൾ വള്ളം മറിഞ്ഞ് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. എല്ലാവരും അക്ഷരാർത്ഥത്തിൽ വളരെ ദുഃഖത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു. കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയ മൂലം ഉണ്ടായ ജലക്ഷാമത്തിൻ്റെ രക്തസാക്ഷിയായി ശ്രീമതി സന്ധ്യ സെബാസ്റ്റ്യൻ. ശ്രീമതി സന്ധ്യ സെബാസ്റ്റ്യൻ്റെ ദാരുണമായ അന്ത്യത്തിൽ ഈ അവസരത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. സന്ധ്യ സെബാസ്റ്റ്യൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു സർക്കാർ ജോലി നൽകി സഹായിക്കണമെന്ന് ഈ തരുണത്തിൽ അമൂഖമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് നിരന്തരമായി സംഭവിക്കുന്നതാണ് സാറേ. TS കനാലിന് കുറുകെയുള്ള ഈ പൈപ്പ് ലൈന് യഥാർത്ഥത്തിൽ 2018 അത് ടെൻഡർ ചെയ്താണ്, അത് അതിൻ്റെ റിനോവേഷൻ വർക്കിനായിട്ട്. പക്ഷേ അത് ടെൻഡർ നടപടി മുന്നോട്ട് പോയില്ല, ആരും എടുത്തില്ല, വർക്കെടുത്തില്ല. സമാനമായ ഒരു സംഭവം 2 വർഷം മുമ്പ് നീണ്ടകര പഞ്ചായത്തിലുണ്ടായി. അന്ന് 18 ദിവസത്തോളം കുടിവെള്ള പൈപ്പ് ലൈൻ അത് വിതരണം മുടങ്ങിയുണ്ടായി. ഈ 2 സംഭവത്തിലും അങ്ങയുടെ ഭാഗത്തു നിന്ന് നിരന്തരം സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്, ഇടപെടലുണ്ടായിട്ടുണ്ട്. അങ്ങയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായതിന് ശേഷമാണ് ഈ 12 ദിവസവും 18 ദിവസവുമായിട്ട് ഈ പറഞ്ഞ കണക്ക് ഈ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. അപ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ആധുനിക കാലഘട്ടത്തിലും ഒരു പൈപ്പ് ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ ഇത്ര ദിവസം വേണോ? ചീഫ് എഞ്ചിനീയർ മുതൽ ഒരുമാതിരിപ്പെട്ട ആ ജില്ലയിലുണ്ടായിരുന്ന മുഴുവൻ എഞ്ചിനീയർമാരുടെയും സാന്നിധ്യത്തിലാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയിട്ട്. എന്നിട്ടും 12 മുതൽ 18 ദിവസം വരെ എടുക്കുകയാണ് ഒരു റെസ്റ്റോറേഷൻ വർക്കിന്. അപ്പോൾ ഇത്തരണത്തിൽ ആധുനികവൽക്കരണം ഈ മേഖലയിൽ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ സമയബന്ധിതമായിട്ട് ഇത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ശരിക്കും നമ്മൾ ടെമ്പററി മെഷേഴ്സ്, അതായത് TS കനാലിന് കുറുകെ അടിത്തട്ടിലൂടെയാണ് ടെമ്പററി ആയിട്ട് ഇട്ടിരിക്കുന്നത്. 96 ലക്ഷം രൂപ ഇതുവരെ ചിലവായിട്ടുണ്ട്. ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് പാലം സ്ഥാപിച്ച് പൈപ്പിലൂടെ വരുത്താൻ വേണ്ടിയിട്ട്. കാരണം 3 മാസം കഴിയുമ്പോൾ ഈ പാലത്തിൻ്റെ ഈ കനാൽ ഡ്രഡ്ജ് ചെയ്യപ്പെടേണ്ടതാണ്, ദേശീയ ജലപാതയാണ്. അപ്പോൾ അത് ഡ്രഡ്ജ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പാലത്തിലൂടെ തന്നെ പൈപ്പ് പുനഃസ്ഥാപിക്കേണ്ടി വരും. അതിനിപ്പോൾ എസ്റ്റിമേറ്റ് ആകുന്നത് ഏകദേശം 4 കോടി രൂപയാണ്. നമ്മൾ കൃത്യമായി പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ വലിയ നഷ്ടമുണ്ടാകുകയില്ലായിരുന്നു. അപ്പം അടിയന്തരമായി ഇടപെട്ട് കാലപ്പഴക്കം ചെന്ന പൈപ്പ് ലൈൻ മാറ്റുകയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്താൻ വേണ്ടിയിട്ട് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയും. ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി. ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വമായി തന്നെയാണ് കണ്ടതും അതിലിടപെട്ടതും. കേരള വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ സംവിധാനത്തിനുണ്ടാകുന്ന കേടുപാടുകൾ വഴി ജലവിതരണത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ പരമാവധി കുറയ്ക്കാൻ കാലപ്പഴക്കം ചെന്ന പൈപ്പുകളും മറ്റ് അനുബന്ധ ഘടകങ്ങളും സ്റ്റേറ്റ് പ്ലാൻ, അമൃത്, ജലജീവൻ, കിഫ്ബി തുടങ്ങിയ വിവിധങ്ങളായ പദ്ധതികൾ ഉൾപ്പെടുത്തി മാറ്റി സ്ഥാപിച്ചു വരികയാണ്. വാർഷിക റണ്ണിംഗ് കോൺട്രാക്ട്, ബ്രിഗേഡ് സംവിധാനം തുടങ്ങിയവ വഴി വേഗത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ജലവിതരണം മുടങ്ങുന്ന സമയം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശാസ്താംകോട്ട ജലശുദ്ധീകരണശാലയിൽ നിന്നും കൊല്ലം കോർപ്പറേഷൻ പരിധിയിലേക്കും സമീപ പഞ്ചായത്തായ നീണ്ടകരിയിലേക്കും ശുദ്ധജലമെത്തുന്ന 750 mm കാസ്റ്റ് അയൺ പൈപ്പ് ലൈനിൻ്റെ ഭാഗമായി ചവറ TS കനാലിന് കുറുകെ സ്ഥാപിച്ചിരുന്ന പൈപ്പ് ലൈൻ പാലവും പൈപ്പ് ലൈനുമാണ് 15/12/24 തകരുകയും തന്മൂലം ജലവിതരണം തടസ്സപ്പെടുകയും ചെയ്തത്. ജലവിതരണം പുനഃസ്ഥാപിക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി യുദ്ധകാലാടിസ്ഥാനത്തിൽ TS കനാലിന് കുറുകെ കനാൽ അടിത്തട്ടിലൂടെ HDP പൈപ്പ് സ്ഥാപിച്ച് 26/12/24 മേൽപ്പടി പൈപ്പ് ലൈൻ വഴിയുള്ള ജലവിതരണം പുനഃസ്ഥാപിച്ചു. ഏകദേശം 1 മാസത്തോളം എടുത്തേക്കാവുന്ന ഈ സങ്കീർണമായ പ്രവൃത്തി ടെൻഡർ നടപടികൾ ലഘൂകരിച്ചും ജീവനക്കാർ 3 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും പ്രവർത്തിച്ചുമാണ് 12 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചത്. മേൽ പരാമർശിച്ച് 12 ദിവസങ്ങളിലും പദ്ധതിയുടെ ഗുണഭോക്തൃ പ്രദേശമായ നീണ്ടകരയിൽ 250 mm PVC പൈപ്പ് ഉപയോഗിച്ച് താൽക്കാലിക പൈപ്പ് ലൈൻ സ്ഥാപിച്ചും കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ ഇക്ക പദ്ധതി വഴി പരമാവധി ജലം ലഭ്യമാക്കിയും പൈപ്പ് ലൈനുകൾ വഴി കുടിവെള്ളം എത്തിക്കാൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ ടാങ്കർ ലോറികളിൽ വഴി ജലവിതരണം നടത്തിയും ദൗർലഭ്യം ഭാഗികമായി പരിഹരിച്ചിരുന്നു. പൈപ്പ് ലൈൻ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി കേരള വാട്ടർ അതോറിറ്റി 2020 എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നെങ്കിലും തുടർന്ന് ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങൾ ജില്ലയിൽ ആരംഭിക്കുകയും ദേശീയപാതയിലെ യൂട്ടിലിറ്റി ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നത് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ശാസ്താംകോട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് ശുദ്ധജലം എത്തിക്കുന്ന പൈപ്പ് ലൈനുകൾ ഉൾപ്പെടെ കൊല്ലം ജില്ലയിൽ ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ പൈപ്പ് ലൈനുകളും മാറ്റി സ്ഥാപിക്കാനുള്ള എസ്റ്റിമേറ്റ് 2021 തന്നെ കേരള വാട്ടർ അതോറിറ്റി ദേശീയപാത അതോറിറ്റിക്ക് നൽകിയിട്ടുള്ളതാണ്. ആയതിൻ്റെ പ്രവർത്തികൾ പുരോഗമിച്ചു വരുന്നു.
എന്നാൽ പൈപ്പ് ലൈൻ തകരാറിലായ ചവറ TS കനാൽ ഭാഗത്ത് ഈ പ്രവർത്തികൾ ആരംഭിച്ചിട്ടില്ലാത്തതുമാണ്. ദേശീയപാത അതോറിറ്റി യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് പ്രവർത്തികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് കേരള വാട്ടർ അതോറിറ്റി ദേശീയപാതയിൽ കൊല്ലം ജില്ലയിൽ കമ്പാട്ടുകോണം മുതൽ ഓച്ചിറ വരെ സ്ഥാപിച്ചിരുന്ന ചെറുതും വലുതുമായ എല്ലാ പൈപ്പ് ലൈനുകളും വശങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെടേണ്ടതാണ്. ഇതോടൊപ്പം ജില്ലയിലെ നിലവിലുള്ള പൈപ്പ് ലൈൻ കടന്നുപോകുന്ന പാലങ്ങളുടെയും പൈപ്പുകളുടെയും പുനരുദ്ധാരണം ആവശ്യമായ സ്ഥലങ്ങളിൽ എസ്റ്റിമേറ്റുകൾ, OR&M, സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട് എന്നിവയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധാരണ പ്രവർത്തികൾ പുരോഗമിച്ചു വരുന്നുണ്ട്. ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജലവിതരണ ശൃംഖലയിലെ പ്രധാന ഘടകങ്ങളായ പൈപ്പ് ലൈൻ വാൽവുകൾ, പൈപ്പുകൾ വഹിക്കുന്ന പാലങ്ങൾ, പമ്പ് ഹൗസുകൾ, ടാങ്കുകൾ എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ അറ്റകുറ്റപ്പണികളും സമയബന്ധിതമായി പൂർത്തിയാക്കാനും പ്രതിരോധ പരിപാലനം ഉറപ്പുവരുത്തി രേഖപ്പെടുത്താനും നിർദ്ദേശിച്ചുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റി സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്ധ്യ സെബാസ്റ്റ്യൻ്റെ മരണത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. വളരെ ഖേദകരമായൊരു കാര്യമാണ്. വെള്ളമെടുക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിലുണ്ടായ ഒരു അപകടമാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചികിത്സ, അപകടമരണം, ജീവിതോപാധികൾ നഷ്ടപ്പെട്ടവർ, പ്രളയവുമായി ബന്ധപ്പെട്ട് വീടുകൾക്കുള്ള നാശനഷ്ടം എന്നിവയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നിലവിലെ മാനദണ്ഡപ്രകാരം ധനസഹായം അനുവദിച്ചു വരുന്നു. ആയതിലേക്കായി ആവശ്യമായ രേഖകൾ സഹിതം MDDRF പോർട്ട് മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിൽ MLA കൂടി ഇടപെട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ നമുക്ക് MDDRF-ൽ നിന്ന് എന്താണ് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യം കൂടി പ്രത്യേകമായി പരിശോധിക്കാവുന്നതാണ്.